ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് ട്രൈ ചെയ്യുന്നത്. ചിക്കൻ വെച്ച് പല വിഭവങ്ങളും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്, ത്രെഡ് ചിക്കൻ. പേര് പോലെ തന്നെ ഒരു വെറൈറ്റി ഡിഷ് തന്നെയാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ചിക്കൻ്റെ എല്ലില്ലാത്ത പീസസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഈ ഒരു നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതിലേക്ക് ഒരു കോഴിമുട്ട, രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ്, അര ടീസ്പൂൺ സോയാ സോസ്. ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് 1 മണിക്കൂർ മാറ്റിവെക്കാം. അടുത്തതായി നമുക്ക് ആവശ്യമുള്ളത് സമൂസയും സ്പ്രിംഗ് റോളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഷീറ്റാണ്. ഇത് നമുക്ക് നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാ സമൂസ ഷീറ്റും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം ചിക്കൻ യൂസ് ചെയ്യുന്നോ അതിനനുസരിച്ച് സമൂസ ഷീറ്റിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഓരോ പീസുകളെടുത്ത് കട്ട് ചെയ്ത സമൂസ ഷീറ്റിൽ വെച്ച് റോൾ ചെയ്തെടുക്കാം. നമ്മൾ ഈ കട്ട് ചെയ്ത ഷീറ്റുകളല്ലാതും ഈ ചിക്കന് നന്നായി പൊതിഞ്ഞിരിക്കണം. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ ചിക്കനും ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ ചിക്കനും ഇതുപോലെ സമൂസ ഷീറ്റിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ പീസസ് ഓരോന്നായി വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഒരു ഭാഗം റെഡിയായി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളതും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ത്രെഡ് ചിക്കൻ റെഡി. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ വളരെ ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ മയണീസിൻ്റെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഈ ത്രെഡ് ചിക്കൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് ഇനിയും കാണാം. താങ്ക്